ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 2-3 അപ്ഡേറ്റുകളാണ്. സോ ഇതിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഷിഖ് കുർണിയനെ വേണ്ടി വന്നപ്പോൾ ഒരു അപ്ഡേറ്റാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ആഷിഖ് കുർണിയൻ വീണ്ടും മോഹൻ ബഗാൻ ക്യാമ്പിലേക്ക്, അല്ലെങ്കിൽ പരിക്ക് മാറി ചെറിയൊരു പരിക്കുണ്ടായിരുന്നു. സോ അത് മാറി വീണ്ടും അദ്ദേഹം ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ആഷിഖിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പരിക്ക് പറ്റുന്നത് എനിക്കറിയില്ല. എന്തായാലും ടീമിനും നഷ്ടമാണ്, അദ്ദേഹത്തിനും നഷ്ടമാണ്. അദ്ദേഹത്തെ പോലൊരു മികച്ച പ്ലെയറാണ്, ഇന്ത്യയുടെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയറാണ് ഇപ്പോൾ ഉള്ളത് വെച്ച്. സോ അദ്ദേഹത്തിന് ഇങ്ങനെ പരിക്ക് പറ്റി അകത്തിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് വിഷമം നൽകുന്നൊരു സംഭവമാണ്. നമുക്കറിയാം അദ്ദേഹം ഒരു 10 മിനിറ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കഥ കഴിച്ചു വിട്ടയാണ്. അന്നൊരു സമനിലയിലെങ്കിലും കിട്ടേണ്ട കളിയായിരുന്നു, അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയി. അത് കാരണം ആഷിഖ് കുർണിയനായിരുന്നു എന്ന് തന്നെ പറയാം. സോ അങ്ങനത്തെ ഒരു പ്ലെയറിനാണ് ഇങ്ങനെ ഇഞ്ചുറി പറ്റി ബെഞ്ചിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും അടുത്ത അപ്ഡേറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോവാ സദുയുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റാണ്. എന്തായാലും നോവാ സദി, സച്ചിൻ സുരേഷ്, അതുപോലെ തന്നെ സന്ദീപ് സിംഗ്, ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ചീത്തവിളിയാണ് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നോവാ സദോയ്ക്കാണ് നല്ല രീതിയിലുള്ള ഒരു ഇത് കിട്ടുന്നൊരു നോവാ സദോയ് FC എന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്നത്. കാരണം പുള്ളി ഒറ്റയ്ക്ക് കളിക്കുന്ന പോലെയാണ്. എനിക്കും അങ്ങനെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യും. കാരണം പുള്ളി ഒറ്റയ്ക്ക് കളിക്കുന്നു, പുള്ളി ഗോളടിക്കുന്നു, പുള്ളിയുടെ എന്താ പറയുക പേഴ്സണലി പുള്ളി എല്ലാം ചെയ്തിടുന്നുണ്ട്. അതായത് പുള്ളിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയാലും പുള്ളിക്ക് നല്ലൊരു ക്ലബ്ബ് കിട്ടും. കാരണം പുള്ളിയുടെ പേഴ്സണൽ ബെസ്റ്റിനെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ടീമിന് വേണ്ടി പുള്ളി ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ ഗ്രൗണ്ടിൽ കാണുമ്പോൾ അദ്ദേഹം കുറേ അധികം ഗോൾ അടിക്കുന്നു, ഭയങ്കര സ്റ്റണ്ടർ അടിക്കുന്നു. ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ടീം പ്ലെയർ അല്ല എന്നുള്ളതാണ്. അതാണ് റിയാലിറ്റി. നമുക്ക് ആ ഒരു ലിങ്ക് നോവോ കളിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലുണയുടെ ആ ഒരു ടീം പ്ലേ, മറ്റുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കാത്തതെന്ന് തന്നെ പറയണം. നോവ തന്നെത്താനെ ബോൾ കൊണ്ടുവരുന്നു, ആർക്കും കൊടുക്കുന്നില്ല, അദ്ദേഹം തന്നെ അകത്തേക്ക് കയറുന്നു, ഗോളടിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ എന്തായാലും അത്രയും നല്ല രീതിയിൽ മൊമെൻ്റമായിട്ട് കൊണ്ടുവന്നൊരു അറ്റാക്കാണ്. ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തിരിക്കുമ്പം തന്നെ നമുക്ക് അടിച്ചകത്തോട്ട് കയറാവുന്നൊരു സംഭവമാണ്. അദ്ദേഹം പിന്നെ കുറച്ച് ഡ്രിബിൾ ചെയ്ത് അവിടെ കുറച്ച് ടൈം എടുത്ത് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേനും അവിടുത്തെ ഡിഫൻസ് എല്ലാം ഓക്കെ ആയി സെറ്റായിരിക്കും. സോ എന്തായാലും അദ്ദേഹം കാരണം നമ്മൾ 2-3 കളി വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂലി കളി തോൽക്കാൻ കാരണം അദ്ദേഹമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിലേക്ക് കൂലി ബോൾ സപ്ലൈ ചെയ്യുന്നു, ലോങ് ബോൾസൊക്കെ കൂലി ബോൾ അദ്ദേഹം തന്നെ ചോദിച്ച് മേടിക്കും. എപ്പോഴും ബോൾ വന്നിട്ട് പ്ലേയേഴ്സ് ആയത് അതിന് കൊടുക്കുകയും ചെയ്യും. ഒരു സീനിയർ പ്ലെയറാണ്, ടോപ്പ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ബോൾ ചോദിച്ചാൽ അവർ കൊടുക്കുകയും ചെയ്യും. സോ അദ്ദേഹം ബോൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് കളയുന്നു, ബാഡ് ടച്ചസ്, ഇതൊക്കെയാണ്. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിനടിച്ച് ചീത്തവിളിയായിരിക്കും. സത്യം പറയുന്നവർക്കെല്ലാം ചീത്തവിളിയാണ്, അത് ഉറപ്പുള്ള കാര്യമാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് നോവാ സദയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ഗുഡ് ബൈ.